What do I see? What do I see? Big stars and small stars. Big stars and small stars. Winging at me. Winking at me. Up in the blue sky. Up in the blue sky. What do I see? What do I see? Big stars and small stars. Big stars and small stars. Winging at me. Blinking at me. Up in the blue sky. Up in the blue sky. What do you see? What do you see? Silence. എനിക്ക് എന്തൊരു സന്തോഷാന്ന് അറിയോ നിനക്ക്? ഒരുപാട് എക്സൈറ്റ് ആയി. എന്താ ഉദയ? ഞാൻ കണ്ടുപിടിച്ച RDO മരുന്ന് നേതാവിന്റെ കൊടുത്തു. ഒരുപാട് സന്തോഷിച്ചു അദ്ദേഹം. പാറ പൊട്ടിക്കുന്ന പാവങ്ങൾക്ക് അതൊരു ഉപകാരമായിരിക്കും പറഞ്ഞുകൊണ്ട് നേതാവ് എനിക്ക് ഇത് തന്നു. പിന്നെ വാസന്തി, നേതാവ് വേറൊരു കാര്യം കൂടെ പറഞ്ഞു. എന്താ അത്? എന്താന്ന് പറ. ഒന്നുമില്ല, എത്ര നാള് നീയും വാസന്തി ഇങ്ങനെ ഒന്നിച്ച് ജീവിക്കാൻ പോകുന്നു എന്ന് ചോദിച്ചു. എങ്ങനെ? അതാ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇങ്ങനെ. എന്ത് ചെയ്യണോന്നാ? കല്യാണം. കല്യാണോ? ആ ടീച്ചറെ ഞങ്ങളുടെ അത് നടക്കേയില്ല. അതെന്താ വാസന്തി? ആദ്യം നല്ലൊരു ജോലി കിട്ടാനുള്ള വഴി എന്താന്ന് നോക്ക്. അതൊക്കെ ഒരു വലിയ കാര്യമാണോ? കല്യാണം കഴിയുമ്പോ എല്ലാം കിട്ടില്ല. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡെയിലി ജോലി ആയിരിക്കുമല്ലോ. മാം, അത് എന്റെ സ്റ്റുഡന്റിന്റെ സൺ. നോ, സ്റ്റുഡന്റിന്റെ ഫാദർ. ഈ ടീച്ചറിന്റെ സണ്ണിന്റെ ഫാദർ. അയ്യോ അയ്യോ പോയേ, എല്ലാം പോയേ. എന്റെ മോനെ, അയ്യോ എനിക്ക് സഹിക്കുന്നില്ല. അയ്യോ എന്റെ മോനെ പോയേ. ആർക്കും ജീവിക്കണം. നേതാവേ, ഇവിടെ ഒരുത്തിനും മനസാക്ഷിയില്ലേ? ഇവനൊക്കെ മനുഷ്യനാണോ? എന്താ 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 ഉദയ, വാ ഇരിക്കേ, വാ. പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങൾ മുതല് പാവം സ്ത്രീകളെല്ലാം. എന്താ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എടാ ഉദയൻ, ഇച്ചിരി വെള്ളം. എനിക്ക് വെള്ളമൊന്നും വേണ്ട. ബോംബ് വെച്ചിരിക്കുന്നു ട്രെയിനില്, അതും ലേഡീസ് കമ്പാർട്ട്മെന്റില്. കഷ്ടം, ചെറ്റകള്. എന്താ ഉദയ പറയുന്നത്? ഞാൻ ഈ ലോകം ഒന്ന് നശിപ്പിച്ചാലോന്ന് ആലോചിക്കുക. പിഞ്ചു കുഞ്ഞുങ്ങളും സ്ത്രീകളും രക്തവും മാംസവുമായിട്ട്. മതി മതി, ഇനി എനിക്കൊന്നും കേൾക്കണ്ട. എനിക്കിത് താങ്ങാനാവില്ല. ആരാ ചെയ്തെന്ന് പോലീസിന് വല്ല വിവരവും ലഭിച്ചോ? ഇല്ല, സംഭവ സ്ഥലത്തുനിന്ന് സാമ്പിൾ എടുത്തിട്ടുണ്ട്. എക്സ്ക്ലൂസീവ് ഉദ്യോഗസ്ഥരെല്ലാം അവിടെ വന്നിട്ടുണ്ട്. പക്ഷെ ഒരു വിവരങ്ങളും അറിഞ്ഞിട്ടില്ല. എടാ വാസു, വാ നമുക്ക് പോകാം. ഇപ്പൊ പോകണ്ട നേതാവേ, ഇപ്പോഴല്ലേ നെഞ്ചുവേനൊന്ന് കുറഞ്ഞിട്ടുള്ളൂ. കയ്യെന്ന് വിട്, കയ്യെന്ന് വിട്. കേക്ക് ഉദയ, നീയെങ്കിലും ഒന്ന് പറയൂ. നമ്മുടെ നേതാവ് ഇപ്പൊ അവിടെ പോകണ്ട. വീണ്ടും അദ്ദേഹം പഴയ പോലെ കിടപ്പിലാ. ഉദയ, നേതാവേ വേണ്ട, ഇത് വേണ്ട. ഇത് ഞങ്ങൾ നോക്കിക്കോളാം. ഇതാരാ ചെയ്തെന്ന് ഞങ്ങൾ കണ്ടുപിടിക്കാം. ആരാ ഇത് ചെയ്ത്? നേതാവിന് സംശയമുണ്ടെങ്കിൽ അവനാരാന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി. അന്ന് ബഷീറിനെ കൊല ചെയ്ത നിരഞ്ജനെ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞപ്പോ എനിക്കത് കഴിഞ്ഞില്ല. ധൈര്യമില്ലായിരുന്നു എനിക്ക്. എന്നാ ഇപ്പോ അവനെക്കുറിച്ച് എനിക്കൊരു ചെറിയ സൂചന കിട്ടിയാൽ മതി. അവന്റെ ജീവൻ എടുക്കും ഞാൻ. എനിക്ക് ആ തോക്ക് വേണം. പ്ലീസ്, എനിക്ക് അവനെ കൊല്ലണം നേതാവേ. ഒന്ന് ശാന്തനാക. ഇപ്പൊ വേണ്ട. എന്താ നേതാവ് ഇങ്ങനെ പറയുന്നേ? ഇതാര് ചെയ്താന്ന് എനിക്കറിയാം. നീ ഇത് തലയിടണ്ട. തോക്ക് ഞാൻ തന്നെ എടുക്കാം. നേതാവ്, ഞാന് നിനക്കൊരു ജീവിതമുണ്ട്. വാസന്തി നോക്കിയിരിക്കുക. വാസന്തി, അതെല്ലാം എനിക്കറിയാം. ഞാൻ പറയുന്ന കേക്ക്. നീ ചെല്ലേ. വിശ്വ, ഫോണിങ് എടുക്ക്. ഇവനെന്താ ഇങ്ങനൊക്കെ ചിന്തിക്കുന്നേ?
വാസു ആ വെടിമരുന്ന് ബാക്കിയിരിപ്പുണ്ടോ? 10 കിലോയിൽ വെറും 2 കിലോ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇതാ ഫോൺ. നീ ചെല്ലടാ. ഹലോ, കൺട്രോൾ റൂം. വഞ്ചിനാട് എക്സ്പ്രസിൽ ബോംബ് വെച്ചത് ഉദയൻ എന്നയാളാണ്. ജനവിധി പഴയ റിപ്പോർട്ടർ. സംക്രാന്തി വർക്ക്ഷോപ്പിന്റെ അടുത്ത് വീട്. തെണ്ടികളെല്ലാം തല മരക്കുന്ന എനിക്ക്. ആരാ നിങ്ങൾ? എന്താ എന്താ വേണ്ടത്? എന്നെ വിട്. എന്താ? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങൾ എന്താ കാണിക്കുന്നത്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. സാർ ഒന്ന് ചോദിച്ചോട്ടെ, എന്നെ എവിടേക്കാ പോലീസ് കൊണ്ടുപോകുന്നത്? സ്റ്റേഷനിലേക്ക് തന്നെ കണ്ടറിയില്ലേ? എന്തിനാണ് സാറേ? അകത്തേക്ക് വാ, പറയാം. ട്രെയിനിൽ ബോംബ് വെച്ച കേസിന്റെ ഫയലല്ലേ, അതെടുത്തുണ്ട് അകത്തേക്ക് വാ. യെസ് സാർ. ബോംബ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് എനിക്കറിയാം, ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അത് പൊട്ടിത്തെറിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല സാർ. വാട്ട് ആൻ ഐഡിയ ദിസ് മാൻ, വാട്ട് എ സ്റ്റേറ്റ്മെന്റ്. ബോംബ് ഉണ്ടാക്കാൻ അറിയാം, പൊട്ടിക്കാൻ അറിയില്ലേ? സുരേഷ്, സ്റ്റേറ്റ്മെന്റ് റെഡിയാക്കണം വേഗം. എന്താടാ പേര്? എന്തിനാ സാറേ? പ്ലീസ്. ഓർഡർ തരാൻ ഉദയകുമാറിന്. നിന്റെ അച്ഛന്റെ പേരെന്നാ? ഉണ്ടോ അതോ ഇല്ലയോ? ഉണ്ട്, റിട്ടയർഡ് കോൺസ്റ്റബിൾ ആണ്. പോലീസുകാരന്റെ മകൻ. ഡിസിഗ്നേഷൻ ഒന്നും ചോദിച്ചില്ലല്ലോ, പേരാ ചോദിച്ചത്. മുത്തുസ്വാമി പിള്ള. സർ, കേസ് ഡീറ്റെയിൽ എന്നാ എഴുതണ്ടേ? താമ്പരത്തിൽ 26 പേരെ കൊലയ്ക്ക് കൊടുത്ത സാർ, ട്രെയിനിലുണ്ടായ ബോംബ് ബ്ലാസ്റ്റുമായി Sir, ബന്ധപ്പെട്ട please. ഹോൾഡ് ഓൺ. ജനുവരി 30, 2018 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3:15 ലഭിച്ച ഫോൺ കോൾ പ്രകാരം സാർ അങ്ങനെ എഴുതാതെ സാർ. അന്ന് രാത്രി ഏകദേശം 7:30 മണിയായപ്പോൾ തിരുവള്ളിക്കണിയിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഫുൾ സ്റ്റോപ്പ് ഇട്ടോളൂ. എന്താ എല്ലാം ശരിയല്ലേ? ഇത് കള്ളവാ, പച്ച കള്ളവാ. ഞാൻ വെറുതെ ഇരിക്കില്ല. ഐ എം എഡ്യൂക്കേറ്റഡ്, MSc അറ്റോമിക് ഫിസിക്സ്. സാർ എനിക്കൊരു ഫോൺ ചെയ്യണമായിരുന്നു. ഡിപ്പാർട്ട്മെന്റിൽ ആർക്കെങ്കിലും ഫോൺ ചെയ്യണോ? ഡിസ്ട്രിക്ട് ലെവലോ അതോ സ്റ്റേറ്റ് ലെവലോ? അതൊന്നുമല്ല, എന്റെ നേതാവിന്. നേതാവോ? ആരെയും നേതാവ്? അപ്പൊ അവനെ പൊക്കണമല്ലോ. സാർ, എന്നെക്കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, എഴുതിക്കോളൂ. പക്ഷെ എന്റെ നേതാവിനെ കുറിച്ച് മാത്രം. ഓഹോ. നേതാവേ, നേതാവേ. ഒപ്പിട്. ഇല്ല, എന്നെ കൊണ്ട് കഴിയില്ല. തീർച്ചയായിട്ടും കഴിയില്ല. ഞാൻ ചെയ്യില്ല. അയ്യോ, അടിക്കല്ലേ സാറേ, അടിക്കല്ലേ. അയ്യോ സാറേ, ഞാനൊരു തെറ്റിച്ചിട്ട് അടിക്കല്ലേ. എന്തിനാ സാർ? കോടതി ലീവ്, അതുകൊണ്ട് ജഡ്ജിയുടെ വീട്ടിലോട്ട് പോവാ. സാർ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് നടക്കാതെ please. വാടോ. ഗുഡ് ഈവനിങ് സാർ. സാർ, താമ്പരം ബോംബ് ബ്ലാസ്റ്റിൽ ഇയാൾ അറസ്റ്റ് ചെയ്തിപ്പോൾ കസ്റ്റഡിയിൽ എടുത്തേ ഉള്ളൂ. അനുമതി വേണം സാർ. സാർ, എനിക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല സാർ. ഈ ട്രെയിൻ ബ്ലാസ്റ്റിനെ കുറിച്ച് എനിക്ക് 10 days. 1 week allowed. സാർ, ഈ ട്രെയിൻ ബ്ലാസ്റ്റിനെ കുറിച്ച് ആവശ്യമില്ലാതെ Please എന്തൊക്കെയോ taking away. എഴുതിയിരിക്കുകയാണ്. Just formality. എനിക്കൊന്നും അറിയില്ല Just സാർ. formality. എനിക്കൊരു ബന്ധവുമില്ല. പ്ലീസ് സാർ, എന്നെ നിങ്ങൾ വിടണം. come on. ജഡ്ജി സാർ. ഓ സാർ, ഒന്ന് മാറി നിൽക്ക്. ആറ് നിക്ക്. വാസന്തി, സത്യമായിട്ടും സാർ എനിക്കൊന്നും അറിയില്ല. ഇന്നൊരു രാത്രി മാത്രമേ ഉള്ളൂ. ജഡ്ജി ഒരാഴ്ച എന്ന് പറഞ്ഞു. അദ്ദേഹം അങ്ങനെ പറയൂ, എന്നെ വിശ്വസിക്കൂ. നിങ്ങൾ അകത്തേക്ക് പോകും. സാർ പ്ലീസ്. അകത്തേക്ക് പോവാനല്ലേ പറഞ്ഞത്? ഇന്ന് കേറകത്തേക്ക്. സിസ്റ്റർ, ധനഞ്ജയൻ എന്നൊരു പേഷ്യന്റ് ഉണ്ടോ അവിടെ? അവിടെയാ. ചേട്ടാ, ഉദയനെ പോലീസ് അറസ്റ്റ് ചെയ്തോണ്ട് പോയി. എന്നാ ചെയ്യണോന്ന് എനിക്കറിയില്ല. അവർക്കെന്തോ സംശയമുണ്ടെന്ന്. പ്ലീസ് കടന്ന് ഒച്ച വെക്കല്ലേ. ഡോക്ടർ എന്തായി പറയുന്നേ? അവിടെ ഒരാളെ ഒരു കാര്യമില്ലാതെ പോലീസ് അറസ്റ്റ് ചെയ്തോണ്ട് പോയി. രക്ഷിക്കേണ്ട ആള് ദേ ഇവിടെ കിടക്കുന്നു. പിന്നെ ഒച്ച വെക്കാന്ന് പറഞ്ഞ ഋഷി തെറ്റിന്റെ അർത്ഥം എന്താന്ന് പോലും ഉദയൻ അറിയില്ല. ആ ഉദയൻ ഇതൊക്കെ തന്നെയാണ് നേതാവ് അവസാനം പറഞ്ഞത്.
നമ്മുടെ ഉദയനാണെന്ന് ചോദിച്ചോണ്ട് ചരിഞ്ഞങ്ങ് വീഴുമായിരുന്നു. സാറേ, നിങ്ങൾ വേണം ഉദയനെ രക്ഷിക്കാൻ. ഞങ്ങൾക്കിവിടെ നിങ്ങളെ മാത്രമേ അറിയൂ. നിങ്ങളല്ലാതെ വേറെ ആരാ ഉള്ളത്? സാറേ, ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടാനുള്ള കാരണം തന്നെ അങ്ങാണ്. അങ്ങയുടെ മനസ്സാണ്. അങ്ങ് കാരണമാണ് ഞങ്ങൾക്ക് ഈ ജീവിതം തന്നെ കിട്ടിയത്. അദ്ദേഹത്തിന് അറിയാവുന്ന രണ്ട് വാക്ക: നേതാവ്, സ്നേഹം. ഉദയനോട് ഞാനാണോ നേതാവാണോ വലുതെന്ന് ചോദിച്ചപ്പോ എപ്പോഴും എനിക്ക് നേതാവ് തന്നെയാണെന്ന് എന്നോട് പറഞ്ഞത്. അങ്ങനെ ഒരു മനുഷ്യനെ ഈ അവസ്ഥ ഉണ്ടായത്. സാറേ, ഉദയൻ തിരിച്ചു വരുമല്ലോ അല്ലേ? അങ്ങേ വിശ്വസിച്ചായിരിക്കുന്നത്. നിങ്ങൾ എങ്ങനെയെങ്കിലും ഉദയനെ പുറത്തു കൊണ്ടുവരുമെന്നുള്ള വിശ്വാസത്തില ആത്മഹത്യ ചെയ്യാതെ ഞാനിപ്പോഴും ഓരോ നിമിഷവും തള്ളി നീക്കുന്നത്. ആ വെടിമരുന്ന് കണ്ടുപിടിച്ചതിന് സമ്മാനമായി കൊടുത്ത ആ മാല ഉദയൻ എന്റെ കഴുത്തിൽ ഇട്ടു തന്നു. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഞാനിതൊരു സാധാരണ മാലയായിട്ടല്ല കണ്ടത്. മനസ്സുകൊണ്ട് ഇതൊരു താലിമാലയായിട്ടാണ് ഞാൻ സ്വീകരിച്ചത്. ജയിലിൽ കിടക്കുന്നത് എന്റെ കാമുകനല്ല, എന്റെ ഭർത്താവായ ഉദയന. എന്റെ ഉദയനെ രക്ഷിക്കണം.